എന്താടോ രാവിലെ തന്നെ ആളെ പേടിപ്പിക്കാൻ നിൽക്കുവാണോ? ആൾക്കാരല്ലേ എന്നെ പേടിപ്പിക്കുന്നേ. അതൊക്കെ ഇന്നു മുതൽ മാറുമല്ലേ? അവളായ ദിവസം, നീയായ ദിവസം. അങ്ങനെ വേണം പറയാൻ, അങ്ങനെ വേണം ഇനി മുന്നോട്ട് ജീവിക്കാൻ. എന്താടോ അവൻ പ്രശ്നം ഉണ്ടാക്കുവാണോ? അവനായാലും അവളായാലും ഇനി നീ ആയാലും ഒരു പ്രശ്നമില്ല. ലൈഫ് മുന്നോട്ട് തന്നെ പോകും. അനക്കൊണ്ടിട്ടോ. ഞാൻ താഴേക്ക് പോവാ, താൻ വന്നേക്ക്. എൻ്റെ ഏട്ടാ, എനിക്ക് 3 മാസമായപ്പോഴേക്ക് ഇവിടുന്ന് പോയതാ. ഇതിപ്പോൾ കുഞ്ഞുണ്ടായാലും ലീവ് കിട്ടാത്ത അവസ്ഥയാണല്ലോ. അതൊക്കെ പോട്ടെ, ഇനി എന്താ തൻ്റെ പരിപാടി? വലിയ നോക്കണ്ട, ചെലവുണ്ട് മോളെ. അതിനൊക്കെ മുമ്പ് എനിക്കൊരാളെ കാണാനുണ്ട്. അതാരാ മോളെ അനുധാരെ? ലൈൻ വല്ലതും ആയോ? കൈവിട്ട് പോയോ ഭഗവാനേ? നമ്മളോടൊന്ന് പറയായിരുന്നു.
എൻ്റെ ദുഃഖത്തിലും സന്തോഷത്തിലും എൻ്റെ കൂടുന്ന ഒരാളുണ്ട്. ആ ആളെ കാണട്ടെ, എന്നിട്ട് അവൻ ചിലവൊക്കെ. ഒന്ന് പറയടോ പ്ലീസ്. താൻ പോടോ ചുമ്മാ. അതെ, ഞാനിന്ന് ഫ്രഷ് ആയിട്ട് വരാം. എടോ ഒരു മിനിറ്റ് ഒന്ന് നിൽക്ക്. അതെ, വേഗം വന്നാൽ ചൂടോടെ ദോശ കഴിക്കാം. നീ അവളായി അലയൊഴുകും നിളയായി അതിമധുരിത ദിനമായി അതിലലിയും പിറയായി തിരിതെളിയുമി നിറവിൽ അവനിലെരിയും നോവാ എന്റെ ഉള്ളിൽ നിന്റെ ദാഹം ജ്വാലയാകവേ നിന്നെ തേടി ഓരോ രാവും ഞാനലയവേ നീ അവളാ ആഹാ, നന്നായിട്ടുണ്ട്. അപ്പം എൻ്റെ സെലക്ഷൻ തെറ്റിയിട്ടില്ല. കുറച്ച് മുല്ലപ്പൊടി ഉണ്ടായിരുന്നെങ്കിൽ നൈസായിരിക്കും. അത് വേണോ? അത് വേണം. നീ എന്താ ഇവിടെ ചെയ്യുന്നേ? ആകെ കുറച്ച് മുട്ടയുള്ളൂ, അതെങ്ങാനും പൊട്ടിച്ച അടി കിട്ടും നിനക്ക്. ഞാൻ പറിക്കുന്നില്ല, ഞാൻ വെറുതെ നോക്കുന്നേ ഉള്ളൂ. ആ നോക്കിക്കോ നോക്കിക്കോ. ഗൗരി നിക്കടേ അവിടെ. എന്താ മോളെ? അമ്മന്ന് മാറിക്കേ, ഇവിടെ ഞാനിന്ന്. അവള് ചെറിയ കുട്ടിയല്ലേ, പോട്ടെ മോളെ. ഞാൻ ചെറിയ കുട്ടിയൊന്നുമല്ല, ഞാൻ വലിയ കുട്ടിയാ, പെൺകുട്ടി. എനിക്കും അമ്മേനെ പോലെ തല നിറച്ചും മുല്ലപ്പൂ വേണം. ഇന്ന് അച്ഛമ്മേ. അതിനെന്താ, അച്ഛമ്മ കെട്ടിത്തരാ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി കാന്താരി. അങ്ങനെ അന്യനായ ഭരതന് രാജ്യം വിട്ടുകൊടുത്ത് വനവാസത്തിന് പോകുന്ന രാമന്റെ കഥയാണ് അച്ചമ്മ വായിക്കുന്നത്. ഇത് അച്ചമ്മയുടെ കുട്ടിക്ക് പിടിച്ചോ. ഇത് കുറച്ചല്ലേ ഉള്ളൂ, എനിക്ക് കുറെ വേണം. എന്താ അമ്മ എപ്പോഴും ഇവിടെ ഒരു ബഹളം? അച്ഛ ഇത് കണ്ടോ, എനിക്ക് കുറെ മുല്ലപ്പൂ വേണം. ഞാൻ തന്നാ മതിയോ കൊറേ? വിനു, വരുമ്പോ കൊച്ചിന് കുറച്ച് മുല്ലപ്പൂ മേടിച്ചോണ്ട് വരണേ. എനിക്ക് കുറെ വേണം. കുറെ മുല്ലപ്പ് മേടിക്കാം, വാ. ഇതുവരെയുള്ള ജീവിതം അത്ര എളുപ്പമൊന്നുമല്ലായിരുന്നു. ഇനി ഈ ലോകത്തെ ഒറ്റക്കൊന്ന് കാണട്ടെ. ശ്വാസം പ്രാണനാകവേ എങ്ങും പടരും നിന്റെ ഗന്ധം
ജനിമൃതി തൻ മോളെ അമ്മേ, അച്ഛൻ. വരും മോളെ. പഴയ മനസ്സല്ലേ, സമയമെടുക്കും. ഞങ്ങൾ ഒരുമിച്ച് കാണാൻ വരും. ചേച്ചി മുല്ലപ്പൂ ഉണ്ടോ? മുല്ലപ്പൂ തീർന്നല്ലോ. ആണോ? അതെ, അവിടെ ഉണ്ടാവും. ബാബുവേ, അല്ല ബാബു, ബാബുവേ, പൂവുണ്ടോ? എന്തോ പൂവ്. പൂവാ? ആ, ആർക്കാ? കൊച്ചിന്. ആ, തരാല. വാ. ഏതാ? ചേട്ടാ 100 രൂപയ്ക്ക് പൂ തന്നെ. ഏതാ? മുല്ലപ്പൂ. മുല്ലപ്പൂവാ? എന്നാ പിടിച്ചോ. വന്നു വന്ന് വിലക്കുള്ള പൂ കിട്ടാതെ കുറച്ചുകൂടി താ. മുഴമാറി കിലോ ഒക്കെ ആയത് അറിഞ്ഞില്ലേ? ഇതേ വേണമെങ്കിൽ ആ കൂടെ എടുത്തോ. കൂടുതൽ വയ്ക്കരുതിട്ടാ. യുദ്ധമല്ലേ യുദ്ധം. 450 സാധനം വൈകിട്ട് വാങ്ങിക്കണതേ 550 കൊടുത്താ. അതുമല്ല അറിയോ, ഈ ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതൊക്കെ മനസ്സിലാകണമെങ്കിലേ മനസ്സ് വേണം. മനസ്സേ, മനസ്സ് മനസ്സ്. നല്ല പൂ വേണം. ബാബുവേട്ടന് ആർക്കും വേണ്ട. പൂവല്ല പൂന്തളിരല്ല, ഇറങ്ങി വന്ന് മധുജംഗലേഖ മണ്ണിലേക്ക് ഇറങ്ങി. ചേട്ടാ, കുറച്ച് പൂ വേണം. അതാണ് ഇതാണ് ഇത് എന്താടാ? കോളേജിൽ വല്ല പരിപാടി ഉണ്ടാ? എന്തായാലും വേഷം കെട്ടിൽ കണ്ടീഷനായിട്ടുണ്ട് കേട്ടാ. സംഭവം കളറായിട്ടുണ്ട്. ചേട്ടാ, നടയടക്കാറായി. കുറച്ച് പൂ വേണം. അത് ശരി, നീ കാര്യായിട്ടാ? നേരത്തെ പറയണ്ടേ മുത്തേ? ബാവുട്ടിന് അറിഞ്ഞില്ല. പിന്നെ ചേട്ടാ, പ്ലീസ്. പ്ലീസ് എന്നൊക്കെ പറഞ്ഞ ബാവുട്ടിന് സങ്കടവും. ബാവുട്ടൻ വേറെ എന്തെങ്കിലും ചെയ്തു തരണമെങ്കിൽ പറഞ്ഞാൽ മതി, പേഴ്സണലായിട്ട്. ആർക്കും ഒരു ചേഞ്ച് ഇഷ്ടമല്ലാത്തത് അല്ലേ ബാബേട്ടാ? ആ, കൊച്ചിന് കുറച്ച് മുല്ലപ്പൂ വേണമല്ലോ. കൊറേ വേണം. ബാവുട്ടന് മുഖമില്ല പോവാണോ? കുറെ വേണോ? കൊറേ വേണം. ബാവുട്ടൻ തരാല. എന്തോരം പൂ വേണമെങ്കിലും ബാവുട്ടൻ നമുക്ക് തരാല. കൊറേ പൂ തരാട്ടാ. ആഹാ, നീ വന്നേ. അവനെ വേഷം കെട്ടി വന്നേക്കേ പൂ മേടിക്കാൻ. ദാ കൊറേ എന്നാ പിടിച്ചോ. ചേച്ചി, എന്താ മോളെ? ചേച്ചി, ചേച്ചിക്ക് ചേട്ടൻ പൂ തന്നില്ലല്ലേ? സാരമില്ല കേട്ടോ. ചേച്ചി ഇത് വെച്ചോ. വേണ്ട, മോള് വെച്ചോ. എനിക്ക് അച്ഛമ്മ കിട്ടി തന്ന പൂവുണ്ടല്ലോ, ഇന്നാ ഇത് ചേച്ചി എടുത്തോ. ഗൗരി, ആ? ഗൗരി എന്ന പേര് നല്ല മോളാട്ടോ. ചേച്ചി, ചേച്ചിന്റെ പേരെന്താന്ന് പറഞ്ഞില്ല.